ആഗോളതലത്തിൽ മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തി US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം റിപ്പോർട്ട്. വിവിധ കണക്കുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രതിവർഷം റിപ്പോർട്ട് പുറത്തിറങ്ങാറുണ്ട്. US കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ, അസർബൈജാൻ, ബർമ, ചൈന, ക്യൂബ, എറിത്രിയ, ഇന്ത്യ, ഇറാൻ, നിക്കരാഗ്വ, നൈജീരിയ, ഉത്തര കൊറിയ, പാകിസ്ഥാൻ, റഷ്യ, സൗദി അറേബ്യ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന രാജ്യങ്ങൾ. പ്രത്യേക പരിഗണനയുള്ള രാജ്യങ്ങൾ എന്ന ഗണത്തിലാണ് US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ഈ രാജ്യങ്ങളെ പരിഗണിക്കുന്നത്. അതിർത്തികൾക്കുള്ളിലെ മതപീഡനങ്ങൾക്ക് പുറമെ നിരവധി ഗവൺമെൻറ്റുകൾ മതന്യൂനപക്ഷങ്ങളെ നിശബ്ദമാക്കാൻ പലതരത്തിലുള്ള അടിച്ചമർത്തലുകൾ നടത്തിവരുന്നുവെന്ന് USCIRF വെളിപ്പെടുത്തി. ലോകത്തിലെ മതസ്വാതന്ത്ര്യത്തിനെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുകളിലൊന്നാണ് മതനിന്ദാ നിയമങ്ങൾ. റിപ്പോർട്ട് പ്രകാരം 96 രാജ്യങ്ങളിൽ മതനിന്ദാ നിയമങ്ങൾ സജീവമാണ്. അവയിൽ പലതും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം വളർത്താൻ ഉപയോഗിക്കുന്നുവെന്ന് പഠനങ്ങൾ ശരിവയ്ക്കുന്നു. ആഭ്യന്തര യുദ്ധം താറുമാറാക്കിയ മ്യാൻമറിൽ കാലാവസ്ഥാ വ്യതിയാനം ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നതായി റിപ്പോർട്ടുകൾ. റെക്കോർഡ് ചൂടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ മ്യാൻമറിൽ ദിനംപ്രതി 40-ലധികം ആളുകൾ മരണപ്പെടുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ മാസത്തിൽ മാത്രം 1500 മരണങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് മാസത്തിൽ ചൂട് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ഏറെ ആശങ്കയിലാണ് പ്രദേശത്തെ ജനസമൂഹം. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് നിരവധി ആളുകൾ വീടുകളിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. അവർക്ക് മതിയായ താമസ സൗകര്യങ്ങളില്ലാത്തതും മരണസംഖ്യ വർദ്ധിപ്പിക്കുന്നു. വനത്തിലും മറ്റും അഭയം പ്രാപിച്ചിരിക്കുന്നവർക്കും ആവശ്യത്തിന് ജലമില്ലാത്ത അവസ്ഥയാണുള്ളത്. കടുത്ത ദാരിദ്ര്യം മൂലം മുതിർന്നവർ പകൽ സമയങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ആളുകൾ നടന്നു പോകുമ്പോൾ മരിച്ചു വീഴുകയാണെന്ന് പ്രദേശത്തെ ക്രൈസ്തവ സന്നദ്ധ പ്രവർത്തകർ പറയുന്നു. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള യാതൊന്നും സൈനിക ഭരണകൂടം നടപ്പിലാക്കുന്നില്ലെന്നും സഭാ നേതൃത്വം കൂട്ടിച്ചേർത്തു. കടുത്ത ചൂടിനെ തുടർന്ന് നദിയിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നത് ഈ മേഖലയിലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത ചൂട് തുടരുന്നതിനാൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ജനങ്ങൾ. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ജനന നിയന്ത്രണം അത്യന്താപേക്ഷിതമാണെന്ന വാദം ശരിയല്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി വത്തിക്കാൻ. എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ മുഴുവൻ കഴിവുകളും സാക്ഷാത്കരിക്കാനുള്ള അവസരമുണ്ടെന്ന് ഉറപ്പു നൽകുകയാണ് വേണ്ടതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ വത്തിക്കാനിലെ സ്ഥിരം നിരീക്ഷകനായ ആർച്ച് ബിഷപ്പ് ഗബ്രിയേൽ കാസിയ പറഞ്ഞു. ജനസംഖ്യാ നിയന്ത്രണമാണ് സുസ്ഥിര വികസനത്തിന്റെ താക്കോൽ എന്ന ആശയം തികച്ചും അവാസ്തവമാണ്. ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനുള്ള ശ്രമത്തിൽ നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുന്നുവെന്നത് വ്യക്തമാണെന്നും എന്നാൽ അതിനുള്ള ഏക പരിഹാര മാർഗം ജനന നിയന്ത്രണമാണെന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അംഗീകരിക്കാനാവില്ലെന്നും അത് മനുഷ്യജീവനെയും അന്തസ്സിനെയും അവഹേളിക്കുന്നതാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ജനസംഖ്യയെയും വികസനത്തെയും കുറിച്ചുള്ള ആഗോള സംഭാഷണത്തിന് രൂപം നൽകിയ കെയ്റോ കോൺഫറൻസ് 30 വർഷം പിന്നിടുന്ന വേളയിലാണ് ആർച്ച് ബിഷപ്പ് കാസിയയുടെ അഭിപ്രായ പ്രകടനമെന്നതും ശ്രദ്ധേയമാണ്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.